ഐടിയുടെ പ്രാക്ടിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഓപ്പൺ ദി ഇമേജ് flying_crane.svg given in the folder images 10 in home in Inkscape software and do the following activities. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലുള്ള flying_crane.svg എന്ന ഫയലാണ് ഓപ്പൺ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ക്സ്കേപ്പിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അറേഞ്ച് ദി ഇമേജ് ഓഫ് ദി ക്രൈൻ അബവ് ദി ക്ലൗഡ്സ്. മേഘത്തിന് മുകളിലായി ക്രൈനെ ക്രമീകരിക്കുക. ഗിവ് 25% ബ്ലർ ടു ദി ഇമേജ് ഓഫ് ക്ലൗഡ്. ക്ലൗഡിന് 25% ബ്ലർ നൽകുക. ഇമേജ് ഗ്രൂപ്പ് ചെയ്യുക. സേവ് ആസ് ദി ഫയൽ ഇൻ ദി ഫോൾഡർ exam10 in home giving register number _ question number as the file name. ഹോമിലെ exam10 ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ഫയൽ നാമമായി നൽകി സേവാസ് ഉപയോഗിച്ച് സേവ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇങ്ക്സ്കേപ്പ് ജാലകം. ഇങ്ക്സ്കേപ്പ് ജാലകത്തിന് ഈ പേജ് സൈസ്, പേജ് ബോർഡർ മാറ്റുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ഷോ പേജ് ബോർഡർ എന്നതിന്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതിനുശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. ഇമേജ് 10 ഫോൾഡറിൽ നിന്നാണ് നമുക്ക് ഇമേജ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഇമ്പോർട്ട് ഇമേജ് 10. ഇമേജ് 10ൽ നിന്ന് flying_crane.svg, ഇവിടെ flying_crane.svg എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇമേജ് ഓപ്പൺ ചെയ്തതായി കാണാൻ സാധിക്കും. ഇത് മൊത്തം ഗ്രൂപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ പ്രത്യേകം മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റിൽ അൺഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അൺഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ക്ലൗഡ്സിന്റെ മുകളിലായിട്ട് ക്രൈനെ ക്രമീകരിക്കണം. അതിനുവേണ്ടി ഈ ക്രൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്രൈനിൽ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റിലെ റൈസിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിലെ റൈസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രൈൻ ക്ലൗഡിന്റെ മുകളിലായി കാണാൻ സാധിക്കും. ഇനി പറഞ്ഞിട്ടുള്ളത് 25% ബ്ലർ നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലൗഡിന് 25% ബ്ലർ നൽകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? അടുത്തത് ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലൗഡ് ആയിരിക്കണം. മേഘത്തിലാണ് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിലാണ് ഫിൽ ആൻഡ് സ്റ്റോക്ക് ജാലകത്തിലാണ് ബ്ലർ എന്ന സങ്കേതം ഓർത്തു വെക്കുക. അതില് ബ്ലർ 25% ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രമീകരിക്കുക. ഇത്രയായ പ്രവർത്തനം. ഇനി അടുത്തതായി പറഞ്ഞിട്ടുള്ളത് ഇത് മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഗ്രൂപ്പ് ചെയ്യുക. ഇതിനെ കുറച്ച് താഴേക്ക് ക്രമീകരിക്കണമെങ്കിൽ ക്രൈനെ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഇതിന് മൊത്തം ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി മൊത്തം ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മൊത്തം ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി ഇതിനെ സേവാസ് ഉപയോഗിച്ചിട്ട് സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. സേവാസിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ exam10 ഇവിടെ ഉള്ളത്. അതുകൊണ്ട് exam10 രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. അതിനുശേഷം താഴെ
സേവ് ക്ലിക്ക് ചെയ്യുക. നമുക്കിത് ക്ലോസ് ചെയ്യാം.